إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, നിത്യമായ ജാഗ്രത, എപ്പോഴുമുള്ള ശ്രദ്ധ എന്നെന്നും എപ്പോഴും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകത്തുള്ള മുസ്ലിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടി, ആരാധനകൾ സമർപ്പിക്കാൻ വേണ്ടി മക്കയിൽ ഒരുമിച്ച് കൂടി അതിൻ്റെ പര്യവസാനത്തിലേക്ക് നീങ്ങുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. ഇന്ന് യൗമുൻ നഹ്റാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതായത് ഹാജിമാർ ആദ്യമായി തഹല്ലുലാകുന്ന ദിവസമാണത്. ഭാഷ വ്യത്യാസം എന്നെ, വർണ്ണ വ്യത്യാസം എന്നെ, മറ്റൊന്നും നോക്കാതെ വ്യത്യസ്ത രീതിയിലുള്ള ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയവർ എത്തിപ്പെട്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും നിർവഹിക്കണം, പൂർത്തീകരിക്കണം. അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത്, ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഖദ് ഫറദല്ലാഹു അലൈക്കുമുൽ ഹജ്ജ് ഫഹുജ്ജു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ ഹജ്ജ് ചെയ്യണം. നമ്മളോടുള്ള കൽപ്പനയാണ്. മൊത്തം ജനങ്ങളെ വിളിച്ചിട്ടുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കൽപ്പിച്ചത്. നിങ്ങൾ ഹജ്ജ് ചെയ്യണം കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. സഹോദരന്മാരെ, മസ്ജിദുൽ ഹറമിൽ പ്രവേശിച്ച നമുക്കറിയാം, ഹാജിമാരുടെ ആരാധനയുടെ ഇബാദത്തിന്റെ പ്രത്യേകത അവരാദ്യമായി ചെയ്യുന്നത് തവാഫുൽ ഖുദൂമാണ്, പിന്നെ സഅയാണ്. ഹജ്ജ് ചെയ്യുന്നവർക്ക് 3 തരത്തിൽ ചെയ്യാം. ഒന്ന് തമത്തുആണ്. തമത്തു എന്ന് പറഞ്ഞാൽ ആദ്യം ഉംറ ചെയ്യും, എന്നിട്ട് തഹല്ലുലാവും. ഉംറ ചെയ്തതിന് ശേഷം ഇഹ്റാമിന്റെ ഡ്രസ്സൊക്കെ അഴിച്ചു വെച്ച് സാധാരണ വേഷങ്ങളൊക്കെ ധരിച്ച് പിന്നെ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്ന ഒരു രീതിയാണ്. അതാണ് തമത്തു എന്ന് പറയുന്നത്. പിന്നെ ഇഫ്രാദാണ്. ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് മാത്രമായി ഇഹ്റാമിൽ പ്രവേശിക്കും. ഇവർ ഉംറ ചെയ്യുകയില്ല, ഇവർക്ക് ബലി കൊടുക്കേണ്ടതില്ല. മറ്റൊന്ന് ഖിറാനാണ്. ഖിറാൻ എന്ന് പറഞ്ഞാൽ ഹജ്ജും ഉംറയും ഒന്നിച്ച് ചെയ്യുക. നമ്മൾ പലരും ചെയ്തിട്ടുണ്ടാകുക തമത്തുവിൻ്റെ രൂപമാണ്. എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ ദിവസമായ ദുൽഹിജ്ജ 8 യൗമു തർവിയക്ക് അന്ന് മുത്തമത്തിയായി തമത്തുവായി ഇഹ്റാമിൽ പ്രവേശിച്ചവർ ആദ്യം ഉംറ ചെയ്ത് കഴിഞ്ഞു, അവർ വീണ്ടും ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മുതലാണ് ഹജ്ജ് തുടങ്ങുന്നത്. ശേഷം തൽബിയത്ത് അവർ ചൊല്ലുകയാണ്. ദുൽഹിജ്ജ 10 വരെ, ജംറത്തുൽ അഖബയിൽ കല്ലെറിയുന്നത് വരെ അവർ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും. ദുൽഹിജ്ജ 8 ഉച്ചയ്ക്ക് മുമ്പ് തന്നെയാണ് അവർ മിനയിൽ എത്തിച്ചേരുന്നത്. സാധിക്കുന്നവരെല്ലാം മിനയിലെ മസ്ജിദുൽ കൈഫിൽ വെച്ച് തന്നെ അന്നത്തെ നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നു. ഓരോ നിസ്കാരവും അതിൻ്റെ സമയത്താണ് സുന്നത്ത്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുണ്ടായിട്ടുള്ളത്. ളുഹറിന്റെ സമയത്ത് 2 റക്അത്താണ്, അസറിന്റെ സമയത്ത്
മഗ്രിബിന്റെ സമയത്ത്, ഇഷായിന്റെ സമയത്ത്, അങ്ങനെ 2 റക്അത്തുകളായി നിസ്കരിക്കുന്നു. റവാത്തിബ് സുന്നത്ത് പ്രത്യേകമായി സുന്നത്താക്കപ്പെട്ടിട്ടില്ല. ദിക്റുകളും പ്രാർത്ഥനകളൊക്കെ അവർ മുടക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ദുൽഹിജ്ജ 9 വന്നാൽ, യൗമുൽ അറഫയിൽ വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ ഹജ്ജു അറഫ, അൽ ഹജ്ജു അറഫ, അറഫയാണ് ഹജ്ജ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. അതാണ് അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ഇപ്പൊ മിനായിൽ വെച്ചിട്ട് സുബഹി നിസ്കാരം നിർവഹിച്ച് സൂര്യോദയത്തിന് ശേഷം തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് അറഫയിലേക്ക് പുറപ്പെടും. ഉറക്കെ ചൊല്ലിക്കൊണ്ടാണ് പുറപ്പെടുക. അന്ന് നോമ്പ് നോക്കാൻ വേണ്ടി പാടുന്നില്ല. അറഫക്കടുത്തുള്ള നബിറ മസ്ജിദിൽ ഇറങ്ങി നബിറ പള്ളിയിലോ അല്ലെങ്കിൽ അതിന്റെ പരിസരങ്ങളിലോ ഒരുമിച്ച് കൂടി അവിടുന്ന് ഇങ്ങനെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും. സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ ഇമാം ഖുതുബ നിർവഹിക്കും. ശേഷം ളുഹറും അസ്റും ജമ്മും കസറുമായി നിസ്കരിക്കും. അതാണ് യൗമുൽ അറഫയുടെ പ്രത്യേകത. ആ മൈതാനത്ത് രാവിലെ മുതൽ തടിച്ചുകൂടിയ, മസ്ജിദ് നബവിയിൽ തടിച്ചുകൂടിയ, അതിന് ചുറ്റുപാടും തടിച്ചുകൂടിയ മഹാലക്ഷം ജനങ്ങൾ. ആ ജനങ്ങൾ സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങിയാൽ ഇമാമിന്റെ ഖുതുബ ശ്രമിക്കുകയാണ്. പിന്നീട് അവിടെ വെച്ച് തന്നെ ളുഹറും അസ്റും നിസ്കരിക്കുകയാണ്. സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പാകുന്നത് വരെ അവർ അറഫയിൽ തന്നെ താമസിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രാർത്ഥനയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളൊക്കെ അന്ന് അധികരിപ്പിച്ചിരുന്നു എന്നാണ്. അറഫാ ദിനത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥനകളിൽ, ദുആകളിൽ ഏറ്റവും നല്ല ദുആയിരക്കുള്ള ദിവസം അത് യൗമുൽ അറഫയാണ്. ഏറ്റവും നല്ല ദിവസം ഇന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പ്രാർത്ഥനകളിൽ, ദുആകളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും മഹത്തരമായ ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ അത് യൗമുൽ അറഫയാണ്. അപ്പൊ അന്നത്തെ ദിവസം സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ അവർ പോകുന്നത് മുസ്തലിഫയിലാണ്. മുസ്തലിഫയിൽ അവിടെ വെച്ചിട്ട് അവർ മഗ്രിബും ഇശാവും ജമ്മും കസറുമായി നിസ്കരിക്കും. രാത്രിയിൽ മുസ്തലിഫയിൽ താമസിക്കും. സുബഹി വരെ അവിടെ താമസിക്കും. സുബഹി നിസ്കാരം അവിടുന്ന് ജമാഅത്തായിട്ട് അവർ നിർവഹിക്കും. സൂര്യോദയത്തിന് മുമ്പ് തന്നെ അവിടുന്ന് പുറപ്പെടണമെന്നാണ്. എന്നാൽ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ദിക്റുകൾ കൊണ്ടും തൽബിയത്ത് ചൊല്ലിക്കൊണ്ടും അവിടെ ഇരിക്കും, മറ്റു ദിക്റുകൾ ചൊല്ലും. എന്നിട്ട് സൂര്യോദയത്തിന് മുമ്പ് തന്നെ അവർ മിനയിലേക്ക് പുറപ്പെടും. ദുൽഹിജ്ജ 10 അത് ഇന്നാണ് അവർക്ക് യൗമുൻ നഹറാണ്. മിനയിലെത്തിയാൽ ജംറയിലാണ് അവർ കല്ലെറിയുന്നത്. മിന വലതുഭാഗത്തും മക്ക ഇടതുഭാഗത്തുമായിട്ടാണ് ജംറത്തുൽ കുബ്ര, ജംറത്തുൽ അഖബ എന്ന് പറയുന്ന ഒരു ജംറയിൽ 7 പ്രാവശ്യം അവർ കല്ലെറിയുമെന്ന്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കല്ലെറിയും. ഹദക്കിന്റെ രൂപത്തിലുള്ള കല്ലാണ്. കടുകുമണിന്റെ കടി കുറച്ച് വലുപ്പമുള്ള, പയറിന്റെ വലുപ്പമുള്ള വലിയ കല്ലല്ല. അതൊരു പ്രതീകാത്മകമായി അവർ ജംറയിൽ കല്ലെറിയുമെന്നാണ്. അതിനുശേഷം അവർ ബലിയർക്കും. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ ഇന്ന ഹാദാ മിൻക വലക അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി എന്ന് പറഞ്ഞുകൊണ്ട് ബലിയർക്കും. അതോടുകൂടി അവർ മുടി മുറിക്കാൻ വേണ്ടി പുറപ്പെടും. തലം മുഴുവനും മുണ്ടനം ചെയ്യലാണ് സുന്നത്ത്. പൂർണ്ണാർത്ഥത്തിൽ എല്ലാ ഭാഗത്തു നിന്നും എടുക്കലും അതും അനുവദനീയമാണ്. അതോടുകൂടി ഹജ്ജാജികളുടെ ഒന്നാമത്തെ തഹല്ലുലായി എന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റുള്ള ഡ്രസ്സ് ധരിക്കാം, ഇറാമിന്റെ ഡ്രസ്സ് അയച്ചു വെക്കാം. അതിനുശേഷം അവർ പോകുക മക്കയിലേക്കാണ്. തവാഫിൽ ഇഫാദയുണ്ട്, അവിടെ വെച്ച് തവാഫ് ചെയ്യും. മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നോ പരിസരം നിന്നോ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. മുതമത്തിയായി ഹജ്ജ് ചെയ്തവർ അവരുടെ ഹജ്ജിന്റെ സഅയുണ്ട്, ആ സഅയ് അപ്പോഴാണ് ചെയ്യുക. ആ സഅയ് ചെയ്തതോടുകൂടി അവരെന്താക്കും, പൂർണ്ണമായും ഹജ്ജിൽ നിന്ന് തഹല്ലുലായി. ഇന്നങ്ങനെ ആകുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നാളെയോ അവരുടെ സൗകര്യപ്രദാനം ചെയ്യുന്നവരുണ്ടാവും. ദുൽഹിജ്ജ 11, 12, 13 അയ്യാമുത്ത് തശ്രീഖിന്റെ ദിവസങ്ങളാണ്. നാളെയും മറ്റന്നാളെയും അവരെ സംബന്ധിച്ചിടത്തോളം അയ്യാമുത്ത് തശ്രീഖിന്റെ ദിവസമാണ്. 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കും. ഈ 3 ദിവസങ്ങളിലും ളുഹറിന് ശേഷം അവർ 7 കല്ല് വീതം 3 ജംറകളിൽ അവർ എറിഞ്ഞുകൊണ്ടേയിരിക്കും. ജംറത്തുൽ സുഗ്റയുണ്ട്, ജംറത്തുൽ വുസ്തയുണ്ട്, ജംറത്തുൽ കുബ്രയുണ്ട്. ഈ 3 ജംറകളിലും ഓരോ ദിവസവും 7 കല്ലുകൾ വീതം അവർ എറിയുമെന്നാണ്. അതിനുശേഷം ഹാജിമാർ മക്ക വിടാൻ ഉദ്ദേശിക്കുമ്പോൾ തവാഫുൽ വിദാ ചെയ്യുന്നു. അതാണ് അവസാനമായ കർമ്മം. ഇതോടുകൂടി ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർണ്ണമായി പൂർത്തീകരിക്കപ്പെട്ടു.
സഹോദരന്മാരെ, എന്തിനാണ് ഇതിവിടെ പറഞ്ഞത്? ഹാജിമാർ ചെല്ലുന്ന അവർ ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണ്? നമുക്കൊക്കെ ഹജ്ജിന് പോകാത്തവർക്ക് ഒരു ആശങ്കയുണ്ടായിരിക്കും, എന്താണ് ഹജ്ജ് എന്ന് പറയുന്നത്? സമ്പൂർണമായും അള്ളാഹുവിനുള്ള സമർപ്പണമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഉംറയ്ക്ക് പുറപ്പെടാൻ വേണ്ടി നിശ്ചയിച്ച ഒരാൾ, അയാൾ ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ തവാഫ് ചെയ്യുന്നത് വരെ അയാൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? അതുപോലെ ഹജ്ജിൽ ഇഹ്റാമിൽ പ്രവേശിച്ച ആൾ ദുൽഹിജ്ജ 10 ജംറത്തുൽ അഖബയിൽ കല്ലേറ് നടത്തുന്നത് വരെ അയാൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകി വന്നിരിക്കുന്നു, നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകി വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അല്ലാഹുവേ, നിനക്കൊരു പങ്കുകാരനുമില്ല. ഞാനിതാ ഉത്തരം നൽകുന്നു, ഞാൻ സമ്മതിക്കുന്നു, എനിക്കൊരു പങ്കുകാരനുമില്ല. ഇന്നൽ ഹംദ, മുഴുവൻ സ്തുതികളും എന്തൊക്കെ സ്തുതികളുണ്ടോ, നീ നിന്നെ പുകഴ്ത്തി പറയാൻ എനിക്ക് എന്തൊക്കെ വാക്കുകളുണ്ടോ അത് മുഴുവനും, വന്യമത, എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ, നീ എന്തൊക്കെ അനുഗ്രഹങ്ങൾ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടോ, നീ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഈ മഹാപ്രപഞ്ചത്തിൽ മഹാസൃഷ്ടികൾക്ക് വ്യത്യസ്തമായ ചൈതന്യത്തിൽ നീ നൽകിയിട്ടുണ്ടോ, മുഴുവൻ അനുഗ്രഹങ്ങളും ലഖവൽ മുൽക്ക്, അതൊക്കെ നിന്റേതാണ്, അതൊക്കെ നിന്റേതാണ്. അതിന്റെ ഉടമസ്ഥാധികാരമാകട്ടെ അത് നീ മാത്രമാണ്, അത് നീയാണ്. ലാ ശരീക ലക, അതിലൊരു പങ്കുകാരനുമില്ല, അതിലൊരു പങ്കുകാരനുമില്ല. സഹോദരന്മാരെ, ഇതാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരുന്നത്, ഇതാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നത്. അല്ലാഹുവേ, നിന്റെ നാടിന് മുഴുവനും ഈ കാണുന്ന സർവ്വ സൃഷ്ടികളും സർവ്വസ്തുതികളും സർവ്വ അനുഗ്രഹങ്ങളും സർവ്വാധിപത്യങ്ങളും ലാ ശരീക ലക, ഒരു പങ്കുകാരനുമില്ല, ഒരു പങ്കുകാരനുമില്ല. അടിസ്ഥാനമായ പ്രഖ്യാപനമാണത്. സഹോദരന്മാരെ, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്? നമ്മൾ ഒരുപാട് കേട്ടതാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെയും സൃഷ്ടിച്ചിട്ടില്ല എന്ന, ഒരു മഖ്ലൂഖിനെയും പഠിച്ചിട്ടില്ല, ഏതൊരു മനുഷ്യനും പഠിച്ചിട്ടില്ല. അവർ ക്രിസ്ത്യാനിയാകട്ടെ, ഹൈന്ദവനാകട്ടെ, മുസൽമാനാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം അവനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്റെ ഇബാദത്തിന്റെ എന്തൊക്കെയുണ്ടോ അത് അല്ലാഹുവിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനകൾ, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്നോട് നിങ്ങൾ ദുആയിരക്കണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അതേ ഭയം, പേടി എന്ന് പറയുന്നത് ഫലാ തഖാഫൂഹും വഖാഫൂനി, എന്നെയാണ് നിങ്ങൾ പേടിക്കേണ്ടത്, അവരെ നിങ്ങൾ ഭയക്കരുത്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്നിലാണ് നിങ്ങൾക്ക് പ്രതീക്ഷ വേണ്ടത്. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. എന്നിൽ പ്രതീക്ഷിക്കണം, അതിൽ ഒരാളെ നിങ്ങൾ പങ്കുചേർക്കാൻ വേണ്ടി പാടുന്നതല്ല. നിങ്ങൾ സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കണം, അതിൽ ഒരുത്തനെയും നിങ്ങൾ പങ്കുചേർക്കാൻ വേണ്ടി പാടുന്നതല്ല. വരമേൽപ്പിക്കണം. നമുക്ക് പല പ്രതിസന്ധികളുണ്ട്, പല വിഷമങ്ങളുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. ആരെയാണ് നമ്മൾ വരവേൽപ്പിക്കേണ്ടത്? വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്, വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്. ആരാണ് അല്ലാഹുവിൽ വരവേൽപ്പിച്ചത്, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മതിയെന്നാണ്. നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മുടെ പ്രതീക്ഷകള്, നമ്മുടെ തേട്ടങ്ങള്, നമ്മുടെ ഭക്തികള് ആരിലേക്കാണ് സമർപ്പിക്കേണ്ടത്? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിയീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവലാ തഖ്ശൗഹും വഖ്ശൂനി, എന്നെ നിങ്ങൾ ഭയക്കണം, അവരെ ഭയക്കരുത്. എന്നെ ഭീതിപ്പെടണം, അവരെ ഭീതിപ്പെടരുത്. എന്നിൽ നിങ്ങൾ ആഗ്രഹം വെച്ച് പുലർത്തണം. വഅനീബൂ ഇലാ റബ്ബിക്കും വസ്ലിമൂ ലഹു, എന്നോടായിരിക്കണം നിങ്ങൾ താഴ്മ കാണിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വക്തിലും പറയുന്നത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. എൻ്റെ സഹായത്തേട്ടങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ പ്രതീക്ഷകൾ, എൻ്റെ വിചാരങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അത് നിന്നിലേക്ക് ഞാൻ മടക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ, പറയണം, അഊദു ബിറബ്ബിൽ ഫലക്,
പ്രഭാതത്തിന്റെ ഉടമസ്ഥനായ രക്ഷാധികാരിയെ പുലരിയുടെ റബ്ബായ അല്ലാഹുവിൽ ഞാൻ ശരണം തേടുന്നു എന്ന് പറയുക. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ജനങ്ങൾ റബ്ബിനോട് ഞാൻ ശരണം തേടുന്നു എന്ന് പറയുക. ജനങ്ങൾ റബ്ബിനോട് ശരണം തേടുന്നു എന്ന് പറയുക. സഹോദരന്മാരെ, നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നമ്മുടെ ആരാധനകളും മുഴുവനും അല്ലാഹുവിൽ സമർപ്പിച്ചു കൊണ്ടുള്ള ദൃഢമായ പ്രഖ്യാപനം. അതാണ് ഖുൽ ഇന്ന സ്വലാത്തി വനുസ്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുൽ ഇന്ന സ്വലാത്തി, പറയണം നബിയെ, എന്റെ നിസ്കാരം, വനുസ്കി, എന്റെ ബലികർമ്മം, വമഹ്യായ, എന്റെ ജീവിതം, വമമാതി, എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങൾ റബ്ബായ അല്ലാഹുവിനുള്ളതാണ്. ലോകങ്ങൾ റബ്ബായ അല്ലാഹുവിനുള്ളതാണ്. സഹോദരന്മാരെ, അല്ലാഹുവിനുള്ള പൂർണ്ണമായ സമർപ്പണം, അതാണ് അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്നതിന്റെ അടിസ്ഥാന ഉദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഇങ്ങനെയൊക്കെ ഉണ്ടായാലും പല വിഷമതകൾ നമുക്കുണ്ടാവാം, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാം, നമുക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാവാം, പലതരം കക്ഷിത്വങ്ങൾ ഉണ്ടാവാം, പലതരം ഗ്രൂപ്പിസം ഉണ്ടാവാം. എന്താണ് അതിനുള്ള പോംവഴി എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ പറയുന്നുണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സാക്ഷ്യത്വം വഹിച്ചിരിക്കുന്നു, മുഹമ്മദ് നബി എൻ്റെ പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യത്വം വഹിച്ചിരിക്കുന്നു എന്ന. എന്താണ് മഅന ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ മഅന ഷഹാദത്തി അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിന്റെ അർത്ഥം എന്താണ്? തഅത്തു ഫീമാ അമർ, എന്തൊക്കെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത് അതിനുള്ള അനുസരണമാണ്. വതസ്ദീഖു ഫീമാ അഖ്ബറ, എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുള്ളത് അതിനെ സത്യപ്പെടുത്തലാണ്. വജിതിനാബു മാ അൻഹു നഹാ വദജർ, എന്തൊക്കെയാണ് വിരോധിച്ചിട്ടുള്ളത്, ഉപേക്ഷിക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് അതിനെ പരിപൂർണമായി ഉപേക്ഷിക്കലാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതഅ ബിഇസ്നില്ലാഹ്, ഒരു പ്രവാചകനും ഇവിടെ അയച്ചിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അയച്ചിട്ടില്ല, അദ്ദേഹത്തെ നാം അല്ലാഹുവിന്റെ അനുമതിയോടെ അനുസരിക്കപ്പെടാൻ വേണ്ടിയിട്ടല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ അത് പരിപൂർണമായ രീതിയിൽ അനുസരിക്കപ്പെടാൻ വേണ്ടിയിട്ടല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിട്ടില്ല എന്ന. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മയ്യുതിയർ റസൂല ഫഖദ് അതാഅല്ലാഹ്, മയ്യുതിയർ റസൂല ഫഖദ് അതാഅല്ലാഹ്, ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചത് അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. വമൻ തവല്ല ഫമാ അർസൽനാക അലൈഹി മഹ്ഫിയല്ലാ, ഇനി ആരെങ്കിലും മനസ്സിനക്കേടിൽ വിമുഖത കാണിച്ച് പിന്തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവന്റെ മേൽനോട്ടക്കാരനായിട്ട് താങ്കൾ നിയോഗിച്ചിട്ടില്ല എന്ന. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ വിഷയമല്ല. നമുക്കറിയാം, നമ്മളിടയിൽ ഒരുപാട് കക്ഷികളുണ്ട്, ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ഒരുപാട് ഭിന്ന ചേരികളുണ്ട്, ഭിന്ന വിഭാഗക്കാരുണ്ട്. ഈ വിഭാഗക്കാരൊക്കെ പതറിപ്പോക്കുന്ന തെറ്റിപ്പോക്കുന്ന അടിസ്ഥാനപരമായ മേഖല ഏതാണെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിമുഖരായി എന്നുള്ളതാണ്. തമാശയല്ലാതെ. നമുക്കറിയാം, ഇന്നലെ യൗമുൽ അറഫയായിരുന്നു മക്കയിലുണ്ടായിരുന്നത്, ഇന്ന് അവിടെ ഹജ്ജാണ്. എന്നാൽ ഇന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഹജ്ജ് ആഘോഷിക്കുന്നവർ നമുക്കിടയിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ പിറവിയെടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മക്കയെ നോക്കാൻ വേണ്ടി പറഞ്ഞില്ല. 10 മർഹലയാണ് അതിന്റെ വഴിദൂരം എന്ന് പറയുന്നത്. ഒരു മർഹല എന്ന് പറഞ്ഞ ഒരു ദിവസത്തെ യാത്രയാണ്. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് മാസം കണ്ടിനോ എന്ന് അന്വേഷിച്ചിട്ടില്ല. പ്രമുഖരായ സഹാബികൾ ഉണ്ടായിരുന്നു, വ്യത്യസ്തരായ രീതിയിൽ പല ദേശങ്ങളിൽ അവർ താമസിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലശേഷം ഏതെങ്കിലും സഹാബി, കൂഫയിൽ താമസിക്കുന്ന സഹാബി മക്കയിൽ മാസം കണ്ടോ എന്ന് അന്വേഷിച്ചിട്ടില്ല. ഉത്തമ തലമുറക്കാരായ സഹാബികളിൽ നിന്ന് വിജ്ഞാനം നുകർന്ന, സഹാബികളിൽ നിന്ന് ദീൻ പഠിച്ച, നമുക്ക് പകർന്നു നൽകിയ മഹാന്മാർ ഉൾക്കൊള്ളുന്ന
പണ്ഡിതർ ശ്രേണിയിൽപ്പെട്ട ഉന്നത കുലജാതക്കാരായ ഉന്നതരായ പണ്ഡിതന്മാർ അവർ ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. താബീകളും തബൂത്താബികളും വ്യത്യസ്ത നാടുകളിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവർ മക്കയിൽ മാസം കണ്ടിനോ അത് പ്രകാരമല്ല അവർ കർമ്മങ്ങൾ അനുഷ്ഠിച്ചത്. അവർ എവിടെയാണോ അവിടെ കണ്ടോ അത് പ്രകാരം കർമ്മം അനുഷ്ഠിച്ചു. ഈ 5 വർഷങ്ങൾക്ക് മുമ്പ് വരെ നമുക്ക് പരിചിതമില്ലാത്ത, നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത പുതിയ ആചാരങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ സഹോദരന്മാരെ സെലഫുകളുടെ മാർഗത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തിൽ നിന്ന്, സഹാബികളുടെ മാർഗത്തിൽ നിന്ന് നാം വഴിദൂരം മാറിപ്പോകുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം ദീനി ശറഅ് എന്ന് പറയുന്നത് അത് ഒരു കാലത്തേക്കുള്ളതല്ല. ഖിയാമത്ത് നാൾ വരെ എവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള സകല മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അനുവദിച്ച, അനുശാസിച്ച കർമ്മ രീതി, പ്രായോഗിക രീതി, ആരാധന രീതികളാണത്. അതിൽ മാറ്റം വരികയില്ല. ആരാണത് മാറ്റപ്പെടുത്താൻ അധികാരം? അത് അല്ലാഹുവിന് മാത്രമാണ്. അപ്പോൾ ബിദ്അത്ത് എന്ന് പറയുന്നത് ദർഗയിലും ജാറത്തിലും പോകാതിരിക്കുക എന്നത് മാത്രമല്ല. ശരിക്കും ശ്രദ്ധിക്കണം. ബിദ്അത്ത് എന്ന് പറയുന്നത് നബിദിനം ആഘോഷിക്കുക എന്ന രീതി അതല്ല, മാതൃക്യം വിധത്താണ്. പക്ഷേ പുതിയ പുതിയ രീതികൾ വരുന്നത് നമ്മൾ സസൂക്ഷ്മം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലുൽ ജന്ന ഇല്ലാ മൻ അബാ. എൻ്റെ ഉമ്മത്ത് ഒന്നടങ്കം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, ധിക്കാരികൾ ഒഴികെ. സഹാബികൾ ചോദിച്ചു, ഖീല വമൻ യഅബാ യാ റസൂലല്ലാഹ്, ആരാണ് ധിക്കാരികൾ എന്ന് പറയുന്നത്? വമൻ അതാഅനി ദഖലൽ ജന്ന, ആരാണ് എന്നെ അനുസരിച്ചത് അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അത് അനുസരണം എന്ന് പറഞ്ഞാൽ എന്താ? ഇദ്ഖുലു ഫിസ്സിൽമി കാഫ, പൂർണ്ണമായ രീതിയിലുള്ള അനുസരണമാണ്. പൂർണ്ണമായ രീതിയിലുള്ള അനുസരണമാണ്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖല അല്ലാഹു വറസൂലുഹു അംറ അൻ യഖൂല ലഹുൽ ഖിയറതു മിൻ അംരിഹിം. ഒരു സത്യവിശ്വാസിയാകട്ടെ, സത്യവിശ്വാസിനിക്കാകട്ടെ, അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ഏതെങ്കിലും ഒരു തീരുമാനം വന്നാൽ അവർക്ക് സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം പാടുള്ളതല്ല. ഇന്ന് ആധുനിക ലോകമല്ലേ, ഇന്ന് സയൻസ് വികസിച്ച കാലല്ലേ, സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം അവർക്ക് പാടുള്ളതല്ല. ഇന്ന് ആരാ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, അല്പം എടുക്കാതിരിക്കുക എന്ന പ്രവണതയിലേക്കല്ല ദീനീ ഹുക്കുമുകളെ നാം എടുക്കേണ്ടത്, മറിച്ച് പൂർണ്ണമായ രീതിയിലുള്ള പ്രവേശനമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയാണോ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയാണോ വർജിച്ചിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ എന്തൊക്കെയാണോ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള സംഗതികൾ, അത് നമ്മുടെ കേവലം ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് നിഗമനം എത്തുന്നതിന് മുമ്പ് അതിലേക്ക് മടങ്ങി അതിനെ പരിപൂർണമായി ഉദ്ഘോഷിക്കുക എന്നുള്ളതാണ് പരിപൂർണമായ വിജയത്തിന്റെ നിദാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് ഉന്നതൻ, അവനാണ് ഉത്കർഷതയുള്ളവൻ, അവനാണ് ഏറ്റവും മഹാൻ എന്ന് പറഞ്ഞാൽ അവനെ പരിപൂർണമായി ഉൾക്കൊള്ളുവാനുള്ള ത്രാണി ഞാനിതാ പ്രഖ്യാപിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം കൂടി. സഹോദരന്മാരെ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞില്ലേ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും പ്രവാചകനും വിശ്വസിക്കുന്ന വിശ്വാസികൾ സുമ്മലം യർതാബു, പിന്നെ അവർ സംശയിക്കുകയില്ല. അല്ലാഹുവിന്റെ ഒരു ഹുക്മ കണ്ടാൽ അതിലൊരു സംശയം ഉണ്ടാവുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് കണ്ടാൽ അതിലൊരു സംശയം ഉണ്ടാവുകയില്ല. വജാഹദു ബി അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് ഉലൈക ഹുമുസ് സാദിഖൂൻ. അവർ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവരാണ്, അവരാണ് സത്യവാന്മാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, അതുപോലെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പരീക്ഷണങ്ങൾ ഉണ്ടാകും. നമ്മൾ പലപ്പോഴും സൂചിപ്പിക്കുന്നതാണ്. ആ പരീക്ഷണങ്ങളിലൊന്നും നമ്മൾ പതറിപ്പോകാൻ പാടില്ല. യഥാർത്ഥ വിശ്വാസികൾക്ക് അല്ലാഹു അക്ബർ എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ കിട്ടുന്ന അർത്ഥതലങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവാം. ചിലപ്പോ രോഗങ്ങൾ പരീക്ഷണം ഉണ്ടാവാം, ചിലപ്പോ മകളുടെ ഭർത്താവിന്റെ മരണം കൊണ്ടുള്ള ആകസ്മികമായ വിഷയങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ വാടക വീട്ടിലാണ് നിൽക്കുന്നത്, ചിലപ്പോൾ കടബാധ്യതകൾ ദിവസം കൂടിക്കൂടി വരുന്ന വിഷമതകൾ ഉണ്ടാവാം.
ഏത് പ്രയാസങ്ങളിലും ഏത് ഞെരുക്കത്തിലും ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ പറ്റി പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറക്കും. വഇദാ തുലിയത് അലൈഹിം ആയാതു വഇദാ തുലിയത് അലൈഹിം ആയാതു ആയാത്തുകൾ അവർക്ക് കേൾപ്പിക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാനാ അവരുടെ ഈമാൻ വർദ്ധിക്കും. അവരുടെ ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ അവരുടെ റബ്ബിൽ അവർ ബലമേൽപ്പിക്കുന്നതാണ്. എന്ത് വിഷമമുണ്ടായാലും എന്ത് പ്രയാസമുണ്ടായാലും എന്ത് ഞെരുക്കമുണ്ടായാലും ഞാൻ അല്ലാഹുവിൽ ബലമേൽപ്പിച്ചു കൊണ്ടുള്ളൊരു ജീവിതമാണ് കെട്ടിപ്പടുക്കുക. അതെന്റെ മരണം വരെ ഞാൻ തുടർത്തും. നാളെ ഞാൻ ആക്സിഡന്റ് ആയിട്ട് മരിച്ചേക്കാം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാക്കുന്ന മരണ വാർത്തകൾക്കുള്ള അടിയിൽ എൻ്റെ പേര് വന്നേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മാരകമായ രോഗം ഞാൻ എനിക്ക് പിടിപെട്ടേക്കാം. പക്ഷെ എന്തു വന്നാലും അല്ലാഹുവിൽ ബലമേൽപ്പിച്ചു കൊണ്ടുള്ള ശക്തമായ ജീവിതം തുടർത്തുന്ന ഒരാൾക്ക് അവർക്ക് കണക്ക് നോക്കുന്നവരായി വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ അവർക്ക് അല്ലാഹു മതി എന്ന അതാണ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ പറഞ്ഞില്ലേ. നിന്നെ മാത്രം നമ്മൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇബ്നു അബ്ബാസ് മഹാനായ സഹാബിയാണ്. അദ്ദേഹം അതിന് കൊടുത്ത അർത്ഥം ഇയ്യാക നുവഹിദു നിന്നെ മാത്രം ഞങ്ങൾ ഏകനാക്കുന്നു, വനഖാഫു നിന്നെ മാത്രം ഞങ്ങൾ ഭയക്കുന്നു, വനർജൂക നിന്നിൽ മാത്രം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, യാ റബ്ബനാ ലാ ഗൈറക നമ്മുടെ റബ്ബേ നീയല്ലാത്ത മറ്റൊരുത്തനില്ല എന്ന ദൃഢമായ പ്രഖ്യാപനം. സഹോദരന്മാരെ, അതൊക്കെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ദിനേന ചെല്ലുന്ന തക്ബീറുകളിൽ നിന്നും തസ്ബീഹുകളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട അടിസ്ഥാനപരമായ തത്വം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ല ക്ഷമ എന്നുള്ളത്. നല്ല ക്ഷമ. ഭാര്യയോട് നമുക്ക് ക്ഷമ ഉണ്ടായിരിക്കണം, ഭർത്താവിനോട് നമുക്ക് ക്ഷമയുണ്ടായിരിക്കണം, മക്കളോട് പ്രായാധിക്യം ചെന്ന മാതാപിതാക്കൾ വീട്ടിലുണ്ടായാൽ അവരോട് നമുക്ക് നല്ല ക്ഷമ ഉണ്ടായിരിക്കണം. അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഹേ വിശ്വാസികളെ, ഇസ്ബിറൂ നിങ്ങൾ ക്ഷമിക്കണം, വസാബിറൂ ക്ഷമയിൽ നിങ്ങൾ മത്സരിക്കണം, വറാബിത്തു നിങ്ങൾ പ്രതിരോധ സജ്ജരായിരിക്കണം, വത്തഖുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ലഅല്ലക്കും തുഫ്ലിഹൂൻ നിങ്ങൾ വിജയിക്കാൻ വേണ്ടി നല്ല ക്ഷമ ഉണ്ടായിരിക്കും. എല്ലാ ഇടപാടുകളും, പ്രബോധന മേഖലകൾ, കച്ചവടങ്ങളിൽ ഉപഭോക്താവിനോട്, ഇടപാടുകാരനോട്, മുതലാളിനോട്, യജമാനനോട്, മാനേജറോട്, അയൽവാസികളോട്, ഭാര്യയോട്, കുട്ടികളോട് ജീവിതത്തിൽ നമുക്ക് കാണിക്കേണ്ട, അതിനു വേണ്ടി സന്നദ്ധരാകേണ്ട, മത്സരിക്കേണ്ട ഒരു ഇനമാണ് ക്ഷമ എന്ന് പറയുന്നത്. വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ ഗുണമാണത്. അതുപോലെ തന്നെ സഹോദരന്മാരെ, ക്ഷമയെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും അല്ലാഹുവിനെ പറ്റി ഓർത്താൽ അവരുടെ ഹൃദയം പേടിച്ചു വിറക്കും. വസ്സാബിരീന അലാ മാ അസാബഹും അവർക്ക് ഏൽപ്പിക്കപ്പെട്ട, അവർ അടിച്ചേൽപ്പിക്കപ്പെട്ട, അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ അവർ ക്ഷമിക്കും. ചിലപ്പോൾ വീട്ടിൽ പ്രായമുള്ള മാതാപിതാക്കൾ ഉണ്ടാവും. നമ്മുടെ ഭാര്യയ്ക്ക് എവിടെ നീങ്ങാൻ വേണ്ടി പറ്റുന്നില്ല, കല്യാണത്തിന് പോകാൻ വേണ്ടി പറ്റുന്നില്ല, സൽക്കാരത്തിന് വേണ്ടി പോകാൻ വേണ്ടി പറ്റുന്നില്ല, ഉമ്മ കിടത്തത്തിലാണ്, ഇപ്പൊ പ്രായാധിക്യം ചെന്നിട്ടുണ്ട്. നമ്മൾ ക്ഷമിക്കണം, ക്ഷമയിൽ മത്സരിക്കണം. അവർക്ക് ഏൽപ്പിക്കപ്പെട്ട പ്രശ്നങ്ങളിൽ അവർ ക്ഷമിക്കുന്നവരാണ്. വൽ മുഖീമീന സ്വലാ നിസ്കാരം നിലനിർത്തുന്നവരാണ്. നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ സഹോദരന്മാർ ചില്ലറ വിഷയമല്ല. വീട്ടിൽ കൂടുതൽ നിസ്കാരം വേണം, കല്യാണമുണ്ടായാൽ നിസ്കാരം വേണം, നമുക്ക് എന്തെങ്കിലും രോഗമുണ്ട്, പരീക്ഷിക്കപ്പെട്ടു, നിസ്കാരം വേണം, എന്തെങ്കിലും പ്രയാസമുള്ള ദിവസം നിസ്കാരം ഉണ്ടായിരിക്കണം, ഒരു ടൂറ് പോവുകയാണ് നിസ്കാരം ഉണ്ടായിരിക്കണം.
നിസ്കാരത്തെ കാത്തു സൂക്ഷിക്കുന്നവർ, നമുക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്, അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവർ. സഹോദരന്മാരെ, ദാരിദ്ര്യം, മിസ്കീൻ എന്നൊക്കെ പറയുന്നത് പുറത്ത് എവിടെയും നമ്മൾ ടോർച്ചടിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവും, നമ്മുടെ സഹോദരിയുടെ മക്കളിലുണ്ടാവും, നമ്മുടെ മുത്തുമ്മാന്റെ മക്കളിലുണ്ടാവും, നമ്മുടെ ആപ്പാന്റെ പെങ്ങളിലുണ്ടാവും, ചിലപ്പോ നമ്മുടെ പെറ്റാച്ചന്മാർ ഉപ്പാന്റെ പെങ്ങന്മാരിൽ ആർക്കെങ്കിലും ഉണ്ടാവും. വേറെ പുറത്തെവിടെയും നോക്കണ്ട. അങ്ങനെയുള്ളവർക്ക് അവർ ചെലവഴിക്കുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരന്മാരെ, മറ്റുള്ളവരുടെ കരുണയുണ്ടായിരിക്കണം. മുഹമ്മദ് റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹ്മാഉ ബൈനഹും. സത്യവിശ്വാസികളെ പറ്റി പറഞ്ഞിട്ട് പറയാണ്, റസൂലുള്ളാഹ് ഉണ്ടല്ലോ, അവരുടെ അനുയായികള് കുഫാറുകളോട് പൗരുഷ്യം കാണിക്കുന്നവരാണ്, എന്ന പരസ്പരം അവർ കരുണ ചെയ്യുന്നവരാണ്. അബൂബക്കറെ എന്ന് പറഞ്ഞാൽ ഉമറിനൊരു താഴ്മയുണ്ടാവും, ഉമറെ എന്ന് പറഞ്ഞാൽ അബൂബക്കറിന് ഒരു താഴ്മയുണ്ടാവും. പരസ്പരം അവര് കരുണ ചെയ്യുന്നവരാണ്, കാരുണ്യം കാണിക്കുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സഹാബികളെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സഹോദരന്മാരെ, വിട്ടുവീഴ്ച ചെയ്യണം, നല്ലത് കൽപ്പിക്കണം. അല്ലാഹു പറയാണ്, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, പുറത്തു കൊടുക്കണം, മാപ്പാക്കണം. എത്ര കാലമായി ഒരു പ്രശ്നവുമില്ല, നിസാരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് തെറ്റി നിൽക്കുന്ന ദമ്പതികൾ ഉണ്ടാവും, ഭാര്യയും ഭർത്താവും. പിന്നീട് ഊതി വീർപ്പിച്ച് ഒരു കുമിള പോലെ ആയിട്ടുണ്ടാവും. ചികഞ്ഞു നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവുകയില്ല. മക്കൾ ഇവിടെ അനാഥരായി വളരുന്നുണ്ടാവും. ചേർക്കാൻ ആരും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ വിട്ടുവീഴ്ചകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം, മാപ്പാക്കണം. അതുപോലെ തന്നെ നല്ലത് കൽപ്പിക്കണം, നല്ലത് പറയണം. എന്തിനും പിന്നാലെ പോകരുത്. അവിവേകളെ തൊട്ട് നിങ്ങൾ പിന്തിരിച്ച് പോകണം. വണ്ടിയിൽ വാഹനം ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നമ്മളെ തെറ്റിച്ചിട്ട് എന്തെങ്കിലും ചീത്ത വിളിച്ചാൽ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാനേ പാടില്ല. അവിവേകികളെ തൊട്ട് നിങ്ങൾ പിന്തിരിഞ്ഞ് പോകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാർ, അതുപോലെ നിങ്ങൾ കോപം ഒതുക്കി വെക്കണം. അല്ലാഹു പറയാണ്, നിങ്ങൾ ദേഷ്യം ഒതുക്കി വെക്കണം. ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണം. അതുപോലെ മിതത്വം കാണിക്കണം. വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. നിങ്ങൾ ദൂർത്തടിക്കരുത്. വീട് നിർമ്മാണത്തിലാകട്ടെ, കല്യാണമാകട്ടെ, ദൂർത്തടിക്കരുത്, ലുബ്ധം കാണിക്കരുത്. ആർക്കും ഒന്നും കൊടുക്കാത്ത ഒരു രൂപം അത് നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. വകാന ബൈന ദാലിക ഖവാമ, മധ്യമ നിലപാടായിരിക്കണം. സഹോദരന്മാരെ, ഈ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നൊക്കെ നമ്മൾ തക്ബീർ അടിക്കുമ്പോൾ, നമ്മൾ തക്ബീർ ചൊല്ലുമ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥതലം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച കൽപ്പനകൾക്കുള്ള പരിപൂർണമായ കീഴൊതുങ്ങലാണ്. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരെ, അറഫയാണ്, ദുൽഹിജ്ജ 9. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹിജ്ജ 9 അറഫ ദിനത്തിലെ ദുആകളാണ്. ദുആകൾ വർദ്ധിപ്പിക്കാം. നാളെ പെരുന്നാളാണ്. നമുക്കറിയാം, പെരുന്നാൾ ദിനത്തിലെ സുന്നത്തുകൾ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ നല്ല ഡ്രസ്സ് ധരിക്കുക എന്ന സുന്നത്തിന് എല്ലാവരും മാത്സര്യം, വാശിയൊക്കെ അതൊക്കെ ഉണ്ടാവും, നല്ലത് തന്നെയാണ്. പക്ഷേ അതിൽ മാത്രം ഒതുങ്ങിപ്പോകാൻ വേണ്ടി പാടുന്നതല്ല. ഈദ്ഗാഹുകൾ ഉണ്ടെങ്കിൽ, മഴയില്ലാത്ത സ്ഥലങ്ങളിൽ ഈദ്ഗാഹുകൾ ഉണ്ടെങ്കിൽ ആ ഈദ്ഗാഹുകൾ വെച്ച് നിസ്കരിക്കണം. ഇനി മഴ ഭയന്നുകൊണ്ട് പലരും ഈദ്ഗാഹ് വെട്ടിച്ചുരുക്കി പള്ളിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ പള്ളിയിൽ നിസ്കാരമുണ്ട്, 7:30 മണിക്കാണ് നിസ്കാരം. അത് കൃത്യസമയത്ത് പങ്കെടുക്കാൻ വേണ്ടി നോക്കുക, ഖുതുബയെ ശ്രദ്ധിക്കുക. നിസ്കാരം മാത്രം നിസ്കരിച്ച് കഴിഞ്ഞ ശേഷം പിന്തിരിഞ്ഞു പോകുന്ന ഒരു പ്രവണത ഇല്ലാതാക്കുക. ഖുതുബ നന്നായി ശ്രദ്ധിച്ച് അത് കേട്ട് മറ്റൊരു വഴിയിലൂടെ കഴിയുമെങ്കിൽ പിന്തിരിഞ്ഞു പോകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു ഈദ് നിസ്കാരത്തേക്ക് മുസല്ലയിലേക്ക് വന്നിരുന്നത്. ഒരു വഴിയിലൂടെ വന്ന് എന്നിട്ട് മറ്റൊരു വഴിയിലൂടെ പിന്തിരിഞ്ഞു പോകുമെന്നാണ്. സഹാബികളും പിന്നീട് അത് തുടർന്നതായിട്ട് അവരുടെ ചര്യയിൽ കാണാൻ വേണ്ടി സാധിക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ അല്ലാഹു അഅലം, അതിൻ്റെ ഹുക്മ് അല്ലാഹുവിനാണ് നന്നായിട്ട് അറിയുക. എങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു ഇസ്സത്ത് കാണിക്കാനുള്ള ഒരു പ്രവർത്തനമായിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അമിതമായുള്ള പലസ്തീനിലെ മുസ്ലിങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു ആഘോഷം, അതുപോലെ തന്നെ മറ്റുള്ള ഏതെങ്കിലും ഉള്ള ധൂർത്തം പരിപാടി, അതൊക്കെ പരമാവധി ഉപേക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ മുഴുവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ ഈ ബലി പെരുന്നാളിൻ്റെ ദിവസം പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കഴിക്കാതെയായിരുന്നു വന്നിരുന്നത്.
അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ നമ്മൾ ചെറിയ പെരുന്നാളിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലത് കഴിച്ചിട്ട് വരും. വലിയ പെരുന്നാളിൻ്റെ ദിവസം ഒന്നും കഴിക്കാതെയായിരുന്നു വന്നിരുന്നത്. എന്നിട്ട് ഉദിയ ചെയ്തിട്ട് അതിൽ നിന്നായിരുന്നു പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരം സുന്നത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സൗഭാഗ്യങ്ങളും നാഫിയായ ഇൽമുകളും സുന്നത്തിനുള്ള ഒരു പ്രത്യേകമായ സ്നേഹം അള്ളാഹുവിനെ ഭയന്ന് കൊണ്ടുള്ള തുടർ ജീവിതം കെട്ടിപ്പിടിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുവിനെ ഇസ്തിഗ്ഫാർ ചെയ്ത് അവനെ പാപമോചനം തേടി അവനിലേക്ക് മടങ്ങാനുള്ള മഹത്തായ താല്പര്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൻ്റെ അവസാനം വരെ നിസ്കാരം നിലനിർത്തി യാതൊരു മടിയുമില്ലാതെ യാതൊരു പേടിയുമില്ലാതെ ആശങ്കകളില്ലാതെ ആരെയും ഭയക്കാതെ നിസ്കാരത്തിനോടുള്ള പ്രത്യേകമായ സ്നേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം നമ്മുടെ അന്ത്യസമയമാക്കുകയും യഖീനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും മാറ്റിത്തീർക്കുമാറാവട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യവും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അവൻ്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും കുട്ടികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അസാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.